മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നത്, അവരോട് പോയി കാര്യങ്ങൾ പറയുന്നത് ജൂത സംസ്കാരമാണോ? ഞാനിവിടെ തെളിവ് ഓരോന്നായി നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എന്നെ നോക്കിക്കോ, എന്റെ കയ്യിലുള്ള കിതാബ് ഏതാണ് കിതാബ്? ഈ അടുത്ത കാലക്കാരന്റെ കിതാബൊന്നുമല്ല. ഹിജ്റ 181 ജനിച്ച ആള്. എപ്പോ? ഹിജ്റ 181, 255 മരണം. സുബ്ഹാനല്ലാഹ്. 181 ജനിച്ച് 255 വഫാത്തായി പോയ ഇമാം ദാരിമി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ്. ഞാൻ തൊള്ളപടായി വിട്ടിട്ടല്ലോ പോകുന്നത്. വഹാബികളെ പോലെ ഒറ്റ ഒരു കിതാബും വഹാബി വായിക്കാറില്ല. ആകെ തൊള്ളല് വന്നത് ഇങ്ങനെ പറയാ. ഞാൻ ഓരോന്നും അക്കമിട്ട് കിതാബ് കൊണ്ട് വായിക്കുകയാണ്. നോക്ക്, ഇമാം ദാരിമി റളിയല്ലാഹുവിന്റെ കിതാബ്. ഏത് കാലക്കാരനാ? 181 ജനിച്ച് 255 വഫാത്തായി പോയ മഹാൻ ആ ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു അതാ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. എന്താണ് ആ സംഭവം അറിയോ? മദീനയുടെ ആളുകൾക്ക് ഒരു പ്രാവശ്യം വലിയ ക്ഷാമം വന്നു, മഴയില്ലാതെ വന്നു. അപ്പോ മഴയില്ലാത്ത സമയത്ത് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറയും. മഴയില്ലെങ്കിൽ എന്താക്കണോ? അള്ളഹാനോട് ദ്വാരക്കണം അല്ലെ? ഇസ്തിസ്കാ എന്ന് പറഞ്ഞിട്ട് ഒരു നിസ്കാരമുണ്ട്, ഖുതുബക്കുള്ള. അള്ളഹാനോട് ദ്വാരക്ക, അതല്ലേ ചെയ്യേണ്ടത് അല്ലേ? വഹാബി പറയും അള്ളഹാനോട് ദ്വാരക്കണോ? എന്നാ മദീനയിലെ ആളുകൾ എന്താ ചെയ്യുന്നത്? കടുത്ത ക്ഷാമം വന്നു. അന്ന് സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലമാണ്, ആ സ്വഹാബത്ത് ഉള്ള കാലമാണ്. ഫസകൗ ഇലാ ആയിഷ, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാകുന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അടുത്ത് പോകുന്നു. ഉമ്മയോട് പോയി പറയുന്നു, ഉമ്മ, മഴയില്ലാതെ ജനങ്ങൾ വല്ലാത്ത കഷ്ടത്തിലാണ് ഉമ്മ, പരിഹാരം തരണേ ഉമ്മ. عروض الصندوق الأسود واصلة لمستوى ثاني، خصومات، كاش باك وتقسيط حتى. ആയിഷ ബീവി എന്താ പറഞ്ഞത്? നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് പോയി സ്വലാത്തുൽ ഇസ്തിസ്ഖാ നടത്തിക്കോ എന്നാണോ? അല്ല, ആയിഷ ബീവി പറയുന്നു, ഫഖാലത്, ആയിഷ ബീവി പറയുന്നു, ഉൻദുറു ഖബറൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിലേക്ക് പോയിക്കോ. എന്തിനാ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോകുന്നത്? ഖബറിന്റെ അടുത്ത് പോകുന്നത് ജൂത സംസ്കാരല്ലേ വഹാബിക്ക്? ആയിഷ ബീവി പഠിച്ച ദീൻ അതല്ല. ആയിഷ ബീവി പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബറിനടുത്തേക്ക് പോയിക്കോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആകാശത്തിലേക്ക്, ആ ഖബറിന്റെ മുകളിൽ നിന്ന്, അതിന്റെ മുകളിലുള്ള കെട്ടിടമുണ്ടല്ലോ, ആ കെട്ടിടത്തിൽ നിന്ന് ഒരു ദ്വാരം ആകാശത്തിലേക്കായിക്കോ. ആ ഖബറിന്റെയും ആകാശത്തിന്റെയും ഇടയ്ക്ക് ഒരു മറയില്ലാത്ത വിധത്തിൽ ഒരു ദ്വാരമുണ്ടാക്കിക്കോ. അപ്പൊ മറ്റൊരു കാര്യം കൂടി വ്യക്തമായി. അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ മീത്തെ ബിൽഡിംഗ് ഉണ്ട്, കെട്ടിടമുണ്ട്. കെട്ടിടമുണ്ടാക്കുന്നത് ശിർക്കാണ് എന്നാണ് വഹാബി പറയുന്നത്. ആയിഷ ബീവിക്ക് അങ്ങനെ ഒരു തൗഹീദ് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ആയിഷ ബീവി പറയണം, ജനങ്ങളെ, ആ വീടൊന്ന് തകർത്തുകളാ, അത് ശിർക്കിന്റെ വീടാണ്, ശിർക്കിന്റെ കെട്ടിടമാണ്, ഖബറിന്റെ മീത്തെ ബിൽഡിംഗ് വരുന്നത് ശിർക്കാണ്, അത് കണ്ടു അത് തകർത്തുകളാ. അതല്ലേ ആയിഷ ബീവി പറയേണ്ടത്? ആയിഷ ബീവി അത് പറഞ്ഞില്ല. കാരണം അങ്ങനെ ഒരു ദീൻ ആയിഷ ബീവി പഠിച്ചിട്ടില്ല. ഞാനുള്ള ആളത്ത് ചോദിച്ചു, ഖബറിന്റെ മീത്തെ ബിൽഡിംഗ് വരുന്നത് ശിർക്കാണെങ്കിൽ ആദ്യ സ്വഹാബത്ത് എന്ത് ചെയ്യണം? റസൂലുള്ളാഹിനെ മറമാടിയത് എവിടെയാ? ആയിഷ ബീവിന്റെ വീട്ടിലാണ്. ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് മറമാടിയത്. അപ്പോ ആദ്യ സ്വഹാബത്ത് എന്ത് ചെയ്യണം? ആ വീട് തകർക്കണ്ടേ?
തൗഹീദിനല്ലേ കൂടുതൽ പ്രാശസ്ത്യം കൊടുക്കേണ്ടത്? ശിർക്കല്ലേ ഇവിടുന്ന് ഇല്ലാണ്ടാക്കേണ്ടത്? ആയിഷാ ബീവിന്റെ വീട് തകർത്തിട്ട് ഓപ്പൺ ആയിട്ടല്ലേ മറമാടാൻ വേണ്ടത്? പക്ഷെ അതല്ല സ്വഹാബത്ത് ചെയ്തത്. വീടിന്റെ ബിൽഡിങ്ങിന്റെ ഉള്ളിലാ. വഹാബികളോട് ചോദിച്ചിട്ടുണ്ട്, മറുപടി പറയണോ? ഞെഞ്ഞെന്ന് പറഞ്ഞാ പോരാ. ഏയ്, ഞാൻ ചോദിച്ച ഒരു വെല്ലുവിളിയാണ്. ആയിഷാ ബീവിന്റെ വീടുണ്ടായിരുന്നോ? ശിർക്കാണെങ്കിൽ ആ കെട്ടിടം തകർക്കേണ്ടതല്ലേ, പൊളിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് സ്വഹാബത്ത് ആ കെട്ടിടം പൊളിച്ചില്ല? അത് പറയുമ്പോ കൊഞ്ഞനങ്ങാട്ടെ അല്ലേ? നോക്ക്, ആയിഷാ ബീവി പറയുന്നു, ഹത്താ ലാ യകൂന ബൈനഹു വബൈന അസ്സമാഇ സഖ്ഫുൻ. നിങ്ങളൊരു ദ്വാരമുണ്ടാക്ക്. ആയിഷാ ബീവി പറഞ്ഞു. എന്തിന്? ഖബറിനെ മേൽഭാഗത്തിലേക്ക് കാണിച്ചാൽ സുബ്ഹാനല്ലാഹ് മഴ പെയ്യും. അങ്ങനെ ഫഫഅലൂ, സഹാബത്ത് ആയിഷാ ബീവി പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്തു. അതേ, അങ്ങനെ ദ്വാരമുണ്ടാക്കിയപ്പോൾ നല്ല മഴ പെയ്തു. അതേ, സസ്യങ്ങൾ മുളച്ചു, നല്ല പുല്ലുകൾ ഉണ്ടായി. ഞങ്ങളെ ഒട്ടകങ്ങളും മൃഗങ്ങളും മേഞ്ഞു നിന്നു. എത്രത്തോളം ഒട്ടകങ്ങളെല്ലാം നല്ല കൊഴുത്ത്, അതിന്റെ ശരീരം ഇങ്ങനെ പൊട്ടിപ്പോയി. അതേ, ഒട്ടകത്തിന്റെ പുറം പൊട്ടിയ കൊല്ലം എന്ന പേരിൽ ആ കൊല്ലം അറിയപ്പെടുന്നു. അത്രക്കും നല്ല ഗംഭീരമായ മഴ പെയ്തു. എപ്പോ? നബിയുടെ ഖബറിനെ കാണിച്ചപ്പോ. അപ്പൊ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ട് അവിടെ കാര്യം പറയുന്നത് ശിർക്കാണെങ്കിൽ ഈ സ്വഹാബത്ത് അത് ചെയ്യോ? ഇത് കള്ളക്കഥയാണ്, ദുർബലമാണെന്ന് തെളിയിക്കുന്ന ഒരു ആൺകുട്ടി നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ മൗലവിമാരെ? സ്വഹീഹായ സംഭവമാണിത്. ദുർബലമാണെന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ ഞാൻ പറയാം അതിന്റെ സനദും കാര്യങ്ങളും. അപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് നിങ്ങൾ പഠിപ്പിക്കുന്ന ദീൻ അവർക്ക് പരിചയമില്ല. നിങ്ങളെ തൗഹീദ് അവർക്ക് അറിയില്ല. ആയിഷാ ബീവിക്ക് അറിയില്ല. സ്വഹാബത്ത് നബിയുടെ ഖബറിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറയുന്നു. ഇനി നോക്ക്, ഓരോ സംഭവങ്ങൾ ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. നിങ്ങൾ വിഷയം മറന്നു പോകരുത്. ദർഗയിലേക്ക് പോകുന്നത്, മഹാന്മാരെ ഖബറിന്റെ അടുത്തിലേക്ക് കാര്യങ്ങൾ